ഹലോ ഗൈസ്. അപ്പോൾ ബോച്ചയ്ക്ക് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഈ ഒരു കേസിൽ കോടതി ബോച്ചയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മാത്രമല്ല ബോച്ചയുടേതായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ വീഡിയോസൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമൊക്കെ ബോച്ചയെ നന്നായി കോടതി വിമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല ബോച്ചെ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഹണി റോസ് അത്ര വലിയ മികവുള്ള ആളൊന്നും അല്ല എന്നും ബോച്ചയുടെ ആ ഹർജിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടും ബോച്ചയെ കോടതി ശക്തമായ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബോച്ചയ്ക്ക് 3 വർഷം വരെയെങ്കിലും തടവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കോടതി ഇതിൽ നടത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കയറി ആർക്കും എന്തും പറയാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു, സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ആൾക്കാർ എന്ത് തോന്നിവാസവും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ പറഞ്ഞത് കമന്റിന്റെ കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഇതൊക്കെ ഇവർക്ക് കേസാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാം. എന്നിട്ട് പോലും അത് അറിയാത്ത ഭാവം നടിച്ചിട്ടാണ് ഇവർ ഓരോരുത്തരും ഇത്തരത്തിൽ ഇങ്ങനെ കമന്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു കേസോട് കൂടി കോടതി അത്തരത്തിലുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ നിരീക്ഷിച്ചത്. ഇനി ഒരു തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തരുത്, മാത്രമല്ല ഹണി റോസിനെതിരെ ഇനി വാ തുറക്കരുത് എന്നാണ് ബോച്ചയ്ക്ക് ജാമ്യത്തിൽ നൽകിയിരിക്കുന്ന കർശന ഉപാധി എന്ന് പറയുന്നത്.